വാക്കുകളുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പടമല്ല. കണ്ണ് നിറയാണ് നജീബിനെ ഓർത്ത്. അത് കരഞ്ഞോന്ന് ചോദിച്ചാൽ നമ്മൾ കഥ വായിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. എങ്കിലും അത് വിഷ്വലൈസ് ചെയ്തപ്പോഴത്തേക്കുള്ള അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നമ്മളെല്ലാം സിനിമയിലൂടെയാണല്ലോ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നജീബിൻ്റെ ആ ലൈഫ് ഇതൊന്നും അല്ല ശരിക്കും ഇതിൽ കൂടുതലുണ്ടെന്ന് അറിയാൻ അനുഭവിച്ചത്. എങ്കിലും അത് ഇത്ര ഭംഗിയായി ഇത്ര ഫീലിങ്ങോടുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ബ്ലസ്സി സാറിന്, ബെന്യാമിൻ സാറിനൊക്കെ പൃഥ്വി നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അതിൽ നമ്മൾ പൃഥ്വിയെ കാണുമ്പം കഴിഞ്ഞ കടുവയുടെയൊക്കെ സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഒത്തിരി എഫേർട്ട് എടുത്തു, ഞാൻ ക്ഷീണിച്ചു, എനിക്ക് ഒത്തിരി സിനിമകൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു ഈ പടത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഈ സിനിമ കാണുമ്പോഴാണ് പൃഥ്വിരാജിൻ്റെ ആ എഫേർട്ട് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് നൽകിയ ഒരു വലിയ സംഭാവനയാണ് ഈ ബ്ലസ്സി ചിത്രം, ഈ ആടുജീവിതം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നജീബിനെ നേരിട്ട് കാണാനും പൃഥ്വിരാജിനെയും ബ്ലസ്സി സാറിനെയും ബെന്യാമിനെയൊക്കെ കാണാൻ ആൾക്കാരിനി തിരക്ക് കൂട്ടും. ആടുജീവിതം എന്ന് പറയുന്ന ബുക്കിന് ഇനി സെയില് നേരത്തെ തന്നെ ഉണ്ട്, ഇനി ഡബിൾ ആയി പോവും. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്ലസ്സി സാർ, രാജു ആൻഡ് ബെന്യാമിൻ സാർ. ആരോ എവിടെ പറഞ്ഞ മാതിരി ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പൃഥ്വിരാജല്ലേ ഉള്ളൂ. അതിന്റെ ദൃശ്യാവിഷ്കാരം വരുന്ന പടം ഒരു ഇന്ത്യൻ ലെവലല്ല, ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ സീൻ പോസ്റ്ററിൽ നമ്മൾ കണ്ടില്ല, ഇതിൻ്റെ അകത്ത് കണ്ടപ്പോഴേക്കും ഞെട്ടിപ്പോയി. ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ തമിഴിലൊക്കെ വിക്രം ചെയ്തിട്ടുണ്ട്, അതിന് വെല്ലണ രീതിയിൽ പുള്ളിനെ അത് ചെയ്തിട്ടുണ്ട്. ശരിയാ, അതായത് ഇന്ത്യൻ ലെവലല്ല, ഒരു ഫോറിൻ കാറ്റഗറി മൂവിയിൽ എന്തായാലും മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു പടമാണ്. ഓസ്കാർ അറിയില്ലെങ്കിലും നമ്മുടെ സ്റ്റേറ്റും നാഷണൽ അവാർഡും തൂക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. മലയാളത്തിൽ എനിക്ക് തോന്നണില്ല, പുള്ളി വേറെ ലെവലിൽ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജീവിതം എടുക്കുമ്പോഴേക്കും ഒരു അവാർഡ് പടമായിട്ട് പോകാൻ ഞാൻ ഇതിൻ്റെ ദൃശ്യം, സംഗീതം, ശബ്ദം ഈ 3 ലെവലിൽ മികച്ചിരിക്കണമുണ്ട്. നല്ലൊരു ദൃശ്യ അനുഭവം നമുക്ക് കിട്ടുന്നത്. നമുക്കൊരിക്കലും ബോറടിക്കുക അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. തൊട്ടുള്ള ആ ഒരു മരുഭൂമിയിലെ കാഴ്ചകളാണെങ്കിലും എല്ലായിട്ടും നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പടം. ബ്ലെസ്സി ആ ഒരു ഇൻപുട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും പടത്തിൽ. എന്തായാലും ഒരു അടിപൊളി പടമാണ്, ആരും മിസ്സാക്കരുത്. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. പടം ഒരു രക്ഷയില്ലാത്ത പടമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു സിനിമ ഇത്രയും ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ ഒരു ഇതിനകത്ത് പറഞ്ഞ പോലെ നമ്മൾ ഒരു കഥ, ആ കഥ ഹാസ് ടു ബി ടോൾഡ് എന്നുള്ള രീതിയിൽ കഥ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് കഥ തന്നെ അതിനെ ലീഡ് ചെയ്ത് കഥ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നത് പോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവിൻ്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഈ സിനിമയിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരു വേർഡിലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ സിനിമ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാവരുടെയും മനസ്സുരുകുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും പൃഥ്വിരാജ് എന്ന നടനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഇമോഷനാണ്. അതായത് നജീബ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ മനുഷ്യൻ കടന്നു പോയിട്ടുള്ള ഇമോഷൻ, അത് ഇപ്പോൾ ഒരുപക്ഷെ നജീബിക്ക് മാത്രം കടന്നു പോയിട്ടുള്ള ഇമോഷൻ അല്ല, ഇതുപോലെ സർവൈവ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഇമോഷനിലൂടെ കടന്നു പോയേ പറ്റൂ. ആ കടന്നുപോയ എല്ലാ ആൾക്കാരും ഈ ഇമോഷനിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഇമോഷനെ ആണ് പൃഥ്വി സാർ അതിനകത്ത് കൃത്യമായിട്ട് പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ ക്ലിയറാണ്, കാണാൻ പറ്റും. എല്ലാവരും തിയേറ്ററിൽ പോയത് കാണുക, അതാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. ചെറിയ സ്ക്രീനിലേക്കൊന്നും ഇതിനെ ഒതുക്കാൻ പറ്റില്ല, ഇല്ല, ബിഗ് സ്ക്രീൻ തന്നെ വേണം. അതെ, നല്ല ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അതായത് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാലമായിട്ട് ചെയ്തൊരു ഫിലിമാണ്. അതിൻ്റെ വർക്ക് ഫുള്ള് കാണാനുണ്ട്. നോവൽ വായിച്ചപ്പോൾ മുതൽ ഞാൻ ഇതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, ഒരു 6-8 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളും ഇതും നമുക്ക് കാണാനുണ്ട്. പൃഥ്വിരാജ് ഞെട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പോസ്റ്ററിൽ ഇതിൽ കാണാനല്ലാതെ വേറൊരു ലുക്ക് കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ശരിക്കും ഞെട്ടും. നമ്മളത് ഇമോഷണലി നല്ലപോലെ കണക്ട് ആവുന്നൊരു ഫിലിമാണ്. ബ്ലെസ്സി നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇമോഷണലി കണക്ട് ആവും. അങ്ങനെ നല്ല കുറേ മൊമെന്റ്സ് ഇതിനകത്ത്. റഹ്മാന്റെ സ്കോറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി. അതിലെൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മൾ ഓസ്കാറാണ് ഇതിൻ്റെ എല്ലാ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്.
കാരണം നമ്മൾ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടണം, കൊമേഴ്ഷ്യലി ഇത് സക്സസ്ഫുൾ ആവണം, ആൾക്കാർ കൂടുതൽ കാണണം. ഇപ്പം മഞ്ഞുമലും പ്രമേയൊക്കെ കണ്ട പോലെ കൂടുതൽ ആൾക്കാർ ഇത് കാണണം. അത്രയും നല്ല ക്രാഫ്റ്റാണിത്. യെസ്, അതിനുള്ളതുണ്ട്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നല്ല തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഫിലിമാണ്. താങ്ക് യു. പടം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വിചാരിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഒരു സർവൈവൽ ഇമോഷണൽ ഡ്രാമ തന്നെയാണ് പടം. ആദ്യ അവസാനം ഒരു ഇമോഷണൽ രീതിയിൽ തന്നെ പോകുന്നത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ലൈഫിലോട്ട്, അവിടുത്തെ ഒരു മസര എന്ന് പറയും, അവിടെയാണ് പൃഥ്വിരാജ് അകപ്പെട്ടു പോകുന്ന ഒരു ലൈഫ്. ആ ലൈഫിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പം അത്രയും ഇമോഷണലി കണക്ട് ആക്കിയൊരു ഫിലിമാണ്. ബ്ലിസ്സിയുടെ ഒക്കെ ഒരു നല്ലൊരു സംവിധാനം തന്നെ എന്ന് പറയാം. സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോൾ നമ്മളെ അത്രത്തോളം പിടിച്ചിരുത്തി കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത്രത്തോളം ഇമോഷണൽ ആക്കി മാറ്റും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിൻ്റെ ഒരു വേറെ ലെവൽ അഭിനയം എന്ന് പറയുന്നത് ഒരു നാഷണൽ അവാർഡ് വകുപ്പുള്ളൊരു സിനിമ തന്നെയാണ്. ആടുജീവിതം, അതായത് ഒരു സംവിധായകൻ്റെയും ഒരു നായകനടൻ്റെയും 16 കൊല്ലത്തെ കാത്തിരിപ്പ്, അതാണ് ആടുജീവിതം. അതായത് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അഭിനയത്തോടുള്ള ഡെഡിക്കേഷൻ, അത് ഈ പടത്തിലൂടെ തെളിച്ചുകൊണ്ടിരിക്കുക. കാരണം പുള്ളിയുടെ ഒരു മെലിഞ്ഞൊരു രൂപമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയും മെലിയാൻ പറ്റും, അതായത് തൻ്റെ ശരീരത്തിൽ ഇത്രയും ടോർച്ചർ ചെയ്ത് മെലിയാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് അതിശയമാണ്. എന്നിരുന്നാലും അതൊക്കെ ഹാറ്റ്സ് ഓഫ്. അതായത് പൃഥ്വിരാജിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഓസ്കാർ കിട്ടിയില്ലെങ്കിലും നാഷണൽ അവാർഡ് ഉറപ്പാണ്, അത് ഉറപ്പാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല. പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞാൽ മരുഭൂമിയിലത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ചുഴലിക്കാറ്റും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും ആ BGM കൂടി കയറി വരുമ്പോഴില്ല, ശരിക്കും അത് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന സംഭവം. അതെ, വലിയ പങ്കെന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് വന്നത് A.R. റഹ്മാൻ്റെ മാജിക് കാണാൻ വേണ്ടിയാണ്. പക്ഷെ അത് പാട്ടായിട്ടല്ല, ഒരു വിഷ്വലുള്ള പാട്ടായിട്ടല്ല. ലാസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞ് മറ്റേ സബ് ടൈറ്റിലൊക്കെ എഴുതി കാട്ടുമ്പോൾ ഒരു പാട്ടുണ്ട്, അതാണ് പെരിയോനെ എന്ന് പറഞ്ഞ പാട്ട്. അത് ഞാൻ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ആ പാട്ട് കഴിയണ വരെ തിയേറ്ററിൽ സീറ്റിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ച് ഇറങ്ങിയ ആളാണ് ഞാൻ. കാരണം ഞാൻ ആ പാട്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. എന്തായാലും പടം കൊള്ളാം. പിന്നെ പടത്തിൻ്റെ കഥ പോണ രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പേസ് ആയിട്ടാണ്. അത് കാരണം ചിലർക്കൊക്കെ ലാഗ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അത് കഥ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു ലാഗ് വേണം. കാരണം അത് കഥയിലേക്കുള്ള ബിൽഡപ്പാണ് ആ ലാഗ് പോലെ തോന്നുന്നത്. എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു.